ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് തലശ്ശേരി അണ്ടല്ലൂർ കാവിലാണ്. ഇത് ഫേമസ് ആയ ഒരു കാവാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ധർമ്മടം പഞ്ചായത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ കാവിലേക്ക് പോയിട്ട് അതിൻ്റെ സൈഡിൽ ഒരു നല്ലൊരു ബിൽഡിംഗ് കണ്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്ക് ഇതാണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ. ഫെസിലിറ്റേഷൻ സെൻറ്റർ പറഞ്ഞാൽ അവിടെ 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം വരാനുണ്ട് ഫെബ്രുവരിയിൽ. അപ്പം അവിടെ വരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് ഉത്സവം ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അതിനുള്ളൊരു സൗകര്യമാണ് ഇത്. 2019 പിണറായി വിജയൻ സാറും നമ്മളെ ശ്രീമതി ടീച്ചറും കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് ഇത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം അറിയില്ല. ഈടെ കണ്ട ബോർഡ് വെച്ചിട്ടുണ്ട് സ്ഥാപക വർഷമെല്ലാം. അപ്പം ഞങ്ങൾ അത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വെച്ചാൽ ഞാനിവിടെ 2ാമത്തെ തവണയാണ് വരുന്നത്. ആദ്യം ഉത്സവത്തിനാണ് വന്നത്, അപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല, ഫുള്ള് തിരക്ക്. പിന്നെ എൻ്റെ പുറകിൽ കണ്ട ഒരു ഇലഞ്ഞി മരം, ഇതെനിക്ക് ആദ്യം മനസ്സിലായിട്ടേ. ഫുള്ള് ചോന്ന കായ കണ്ടിട്ട് ഞാൻ അടിച്ച് പറിച്ച് എൻ്റെ കൂടെ വന്നവരോട് ഞാൻ ചോദിച്ചു ഇതെന്നാ കായ വെച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാണ്. അവസാനം ഞാൻ തന്നെ അതെങ്ങനെയോ കണ്ടുപിടിച്ചു. കുറേ അവിടെ പുറത്തെല്ലാം തിരിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് പോയി. നല്ല രസമില്ലേ കാവാണ്, ഫുള്ള് മരങ്ങളും കാടും എല്ലാം നിറഞ്ഞൊരു കാവാണ്. അപ്പോൾ പതിവിലും ഇല്ലാത്ത തിരക്കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നാടെ സ്വാമിമാരെ കെട്ടെന്ന് അറിയണ്ട, അതുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന്. ഇത് രാമായണ ഐതിഹ്യമുള്ളൊരു കാവാണ്. ഇതിൻ്റെ ഉള്ളിൽ രാമൻ്റെയും പിന്നെ ഹനുമാൻ്റെ ഒക്കെ പ്രതിഷ്ഠ സ്ഥലങ്ങളുണ്ട്. ഇത് നാഗത്തറയാണ്. എനിക്ക് പൊതുവേ പേടിയില്ലോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അധികം പോയിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ എടുത്തതാണ്. പിന്നെ ഏതോ ഒരു ഏട്ടൻ്റെ പേരിൽ എന്തോ പ്രസാദം കഴിപ്പിച്ചാൽ നമുക്ക് കിട്ടിയത് നമ്മൾ കഴിച്ചു. നേരെ ആ 2 പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ തൊഴുതിട്ട് അവിടെ എന്താ മ്യൂസിയം ഉണ്ടെന്നും പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കാണാമെന്നും പറഞ്ഞ് താഴെ കമ്മിറ്റിക്കാരോട് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് സ്റ്റെയർ കയറി മുകളിലെത്തുമ്പോഴത്തേക്ക് അവിടെ ചുമരിൽ കുറേ തെയ്യങ്ങളെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. ആദ്യത്തെ തെയ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വേട്ടക്കൊരു മകൻ തെയ്യാന്ന്. അപ്പം നമ്മളെ നാട്ടിലുള്ള തെയ്യാണ് ഇത്. പക്ഷെ 2ാമത്തെയും 3ാമത്തെയും പിക്ചറിലുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞു തന്നെ. നമ്മളെ നാട്ടിലെ തേടിയും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ തിറയാന്ന് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. കുറേ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട രാമായണത്തിലെ ബാല്യസുഗ്രീവ യുദ്ധത്തിൻ്റെ ഫോട്ടോ അതന്ന് ഇവിടെ ഉണ്ടാവുമല്ലോ ഉത്സവത്തിന്. ആ യുദ്ധം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു തെയ്യത്തിൻ്റെ പ്രതിമ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടല്ലൂർ കാവിൻ്റെ മൊത്തത്തിലുള്ള പുറമേയില്ല ആ രൂപം ഉണ്ടല്ലോ, അതൊരു ആർട്ടിസ്റ്റ് വളരെ മനോഹരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കാണിച്ചത് ഞാൻ പറഞ്ഞ ആ തെയ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നും നമുക്ക്. ഞാൻ ആദ്യം എൻ്റെ കൈ കണ്ടിട്ട് വിചാരിച്ച് ഒറിജിനൽ തെയ്യാന്ന് വെച്ചാലോന്ന് വെച്ച് ഞാൻ പേടിച്ചു ബാക്കോട്ട് പോയേ. നോക്കി നിങ്ങൾ എന്താ ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം. എന്നിട്ട് ഞാൻ നേരെ അതെല്ലാം കണ്ടിട്ട് വീണ്ടും പുറത്തേക്ക് വന്ന് ആടുന്ന് കുറച്ച് കറങ്ങി എന്തായിട്ടും റീൽസ് എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കിയേ. നോക്കിയേ ഭയങ്കര നല്ല വലിപ്പം ഉണ്ടിട്ട് ഈ കാവിന്. ഇവിടെ തീയ സമുദായക്കാരാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരെ തറവാട് അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ എല്ലാവരും ഈ കാവ് വന്നിട്ട് കാണണേ പറ്റുവാണെങ്കിൽ തലശ്ശേരി വരുവാന്ന്. നല്ല രസമാണ് ഇവിടെ. പിന്നെ ഇവിടെ താഴേക്കാവ് മേലേക്കാവ് പറഞ്ഞിട്ട് 2 ആരാധനാ സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ പോയി ഇവിടെ വരണം എന്നാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വന്ന് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.